عليكم ورحمة الله وبركاته العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد. താഴെയുടെ അപാരമായ തൗഫീഖിനാൽ വിശുദ്ധ ഖുർആനിന്റെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു തുടർ പഠന സംരംഭത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. സൂറത്തുൽ ഹജ്ജാണ് നമ്മുടെ സിലബസ് ആയി നമ്മൾ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ സൂറത്തുൽ ഹജ്ജ് ഒരു ധാരാളം വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പല വിഷയങ്ങളും ഈ സൂറത്തുൽ ഹജ്ജ് കൈകാര്യം ചെയ്യുന്നു എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്ത് ചെയ്തു മനസ്സിലാക്കി. സൂറത്തുൽ ഹജ്ജിന്റെ വ്യത്യസ്ത വിഷയങ്ങൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും അതുപോലെ ഖിയാമത്ത് നാളിലെ ഭയാനകത അതിനെക്കുറിച്ചും ആ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ് ആദ്യ രണ്ട് ആയത്തുകളിൽ അള്ളാഹു സംസാരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ് എന്നത് തെളിവ് സഹിതം അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത തെളിവുകൾ മുൻനിർത്തി അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പ് മരണാനന്തര ജീവിതം സത്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലൂടെ സമർപ്പിക്കുന്നു. മൂന്നാമതായി സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു കൈകാര്യം ചെയ്ത് നമ്മെ പഠിപ്പിച്ച വിഷയം എന്താണ്? മുശ്രിക്കീങ്ങളായ ആളുകളുടെ അള്ളാഹുവിന്റെ വിഷയത്തിലും അവന്റെ ദീനിന്റെ വിഷയത്തിലുമുള്ള അവരുടെ കുതർക്കം, അതിന്റെ നിരർത്ഥകതയും ബാലിശതയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കഴിഞ്ഞ ആയത്തുകളിൽ നമ്മെ ബോധ്യപ്പെടുത്തി. ഇനി 11ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കാനിരിക്കുന്ന ഈ ആയത്ത് മുതൽ ഇവിടെ ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്നത്, ഈ ആയത്തുകളിലൂടെ കൈകാര്യം ചെയ്യുന്ന വിഷയം മുനാഫിഖീങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ചില അടിസ്ഥാന വിശേഷണങ്ങളും അവരുടെ ചില സ്വഭാവങ്ങളുമാണ്. ആദ്യം ഇൻഷാ അല്ലാഹ് ആയത്തിന്റെ പാരായണത്തിലേക്കും അതിനെ തുടർന്ന് അതിന്റെ അർത്ഥവും ഓരോ പദാനുപത അർത്ഥവും എല്ലാം വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ഹഫ് കയ്യിലുള്ളവർ അതിൽ നോക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാൻ കഴിയും. ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به. ശരിക്കും ശ്രദ്ധിക്കണം, അവിടെ ഓതുന്നത് എങ്ങനെയാണ്? ഖൈറുൻ യത്മഅന്ന, കൂട്ടി ഓതുമ്പോൾ ആ തൻവീനെ വക്താക്കും. ഖൈറുൻ യത്മഅന്ന ബി, ഖൈറുൻ യത്മഅന്ന ബി. ഇത് ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ ഓതാൻ കഴിയൂല. ഖൈറുൻ എന്നതിൽ തൻവീൻ ഉണ്ട്. തൻവീൻ അത് സുക്കൂനുള്ള നൂനിന് പകരമാണ് ഈ തൻവീൻ എന്നുള്ളത്. അത് കൂട്ടി ഓതുമ്പോൾ ആ നൂൻ ഉച്ചരിക്കും നമ്മൾ. അതാണ് ശരിക്കും ശ്രദ്ധിക്കുക. ഖൈറുനി യത്മഅന്ന, അതാണ് ഖൈറുൻ യത്മഅന്ന ബി, അങ്ങനെയാണ് പാരായണം ചെയ്യുക. وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. ആയത്തിന്റെ അർത്ഥം എന്താണ്? ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത, അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു. എങ്ങനെയാണ് ആരാധിക്കുന്നത്? അലാ ഹർഫിൻ, ഒരു വക്കത്തിരുന്നു കൊണ്ട്, ഒരു അറ്റത്തിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് അവർ. ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബി, ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം പറയണം. എന്തെങ്കിലുമൊക്കെ നന്മ അവനെ ബാധിച്ചുവെങ്കിൽ അവൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളും, അടങ്ങിക്കൊള്ളും. വഇൻ അസാബത്ഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹിഹി, നീ അള്ളാഹുവിൽ നിന്നുള്ള വല്ല പരീക്ഷണമാണ് ഈ നന്മക്ക് പകരം ഇത്തരം മനുഷ്യർക്ക് ബാധിക്കുന്നത് എങ്കിൽ ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ മുഖം കുത്തി മറിഞ്ഞ് അവതാളത്തിലായി പോവുകയും ചെയ്യുന്നതാണ്. നേരെ തിരിഞ്ഞ് ഏതാണോ അവനിപ്പോ സ്വീകരിച്ച നിലപാട്, ആ നിലപാട് മാറ്റി മറ്റൊരു തലത്തിലേക്ക് അവൻ മാറിപ്പോകുന്നതാണ്. ഖസിറ ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത്തരക്കാർക്ക് ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്, അത് തന്നെ എത്രേ വമ്പിച്ച വ്യക്തമായ നഷ്ടം എന്ന് അല്ലാഹു പഠിപ്പിക്കാൻ. ഇവിടെ
മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ അവരുടെ പ്രത്യേകത അവർ അള്ളാഹിനെ ആരാധിക്കും. എങ്ങനെ ആരാധിക്കുക? അലാ ഹർഫിൻ, ഓരത്തിരുന്നുകൊണ്ട്. ദീനുൽ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാതെ അതിന്റെ വക്കത്തിരുന്നുകൊണ്ട് അവർ അള്ളാഹിനെ ആരാധിക്കും. എന്തെങ്കിലുമൊക്കെ നന്മ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ തൃപ്തി അടയും. ഇനി എന്തെങ്കിലുമൊക്കെ തിന്മകളോ പരീക്ഷണങ്ങളോ ഒക്കെ ആണ് അവരുടെ ജീവിതത്തിൽ വരുന്നതെങ്കിലോ അവർ അക്ഷമരാവുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പാടെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരായിരിക്കും അവർ. അത്തരക്കാർക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടിരിക്കുന്നു. മുബീൻ, അതത്രേ വമ്പിച്ച നഷ്ടം. അടുത്തായിട്ട് നോക്കി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തായിട്ട് അതും കൂടെ വിശദീകരിക്കാം. ചെറിയ രൂപത്തിൽ അർത്ഥം പറഞ്ഞിട്ട് പോവാം. ആദ്യം പാരായണം ചെയ്യുക, അതിനുശേഷം അർത്ഥങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അള്ളാഹുവിന് പുറമെ തനിക്ക് യാതൊരു ഉപദ്രവം ചെയ്യാത്തതിനെയും ഉപകാരം ചെയ്യാത്തതിനെയും അവൻ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് തന്നെയാണ് വിദൂരമായ വഴികേട് എന്ന് അള്ളാഹു പറയാണ്. അടുത്ത ആയത്തിൽ ഒന്നുകൂടെ അള്ളാഹു പറയുന്നു, അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഒരുത്തനോട്, അവന്റെ ഉപദ്രവമാണ് അവനിൽ നിന്നുള്ള ഉപകാരത്തെക്കാൾ കൂടുതലായി അടുത്തത്. അങ്ങനെയുള്ള ഒരാളോടാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ലബിസൽ മൗല വലബിസൽ അഷീർ, അവൻ എത്ര ദുഷിച്ച രക്ഷാധികാരി, അവൻ എത്ര ദുഷിച്ച കൂട്ടുകാരനും. അള്ളാഹുവിനെ പുറമെ അവിടെ വിളിച്ചു പ്രാർത്ഥിക്കണം, ആരാധനയെ കുറിച്ച് പറയാണ്. അപ്പോൾ ഈ 3 ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ 3 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരിൽപ്പെട്ട ചില ആളുകളുടെ ഒരു സ്വഭാവമാണ്. അവര് ദീനുൽ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചോ എന്ന് ചോദിച്ചാൽ അവര് പ്രവേശിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണാർത്ഥത്തിൽ കീഴൊതുക്കിക്കൊണ്ട് അവര് ദീനിന്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. മറിച്ച് നാവ് കൊണ്ട് എന്ത് അവർ പറയും? ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. അവരെ കുറിച്ച് അള്ളാഹു പറയാണ്, യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു വക്കത്തിരുന്നുകൊണ്ട്, അറ്റത്തിരുന്നുകൊണ്ട് അവർ അള്ളാഹിനെ ആരാധിച്ചു കൊടുക്കുകയാണ്. പൂർണ്ണമായിട്ടും ചെയ്തിട്ടില്ല. ആ ബൗണ്ടറി വിട്ട് ഉള്ളിലേക്ക് അവർ പ്രവേശിച്ചിട്ടില്ല. നമ്മളൊക്കെ സാധാരണ പറയാറില്ല, കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്ന മാതിരി അങ്ങോട്ടും വീഴ ഇങ്ങോട്ടും വീഴ. ആ ഒരു അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന ആളുകളാണ് അവർ. എന്തെങ്കിലുമൊക്കെ നന്മ ഈ ദീനുൽ ഇസ്ലാമിൽ നിന്ന് അവർ ഇസ്ലാം പ്രഖ്യാപിക്കും, മുസ്ലിങ്ങളാണ് ഞങ്ങളെന്ന് പറയും. അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ നന്മ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഭൗതികമായി അവർക്ക് ലഭിക്കുന്ന ഏതൊരു നന്മയും അവർക്ക് ലഭിച്ചാൽ അവർ വലിയ സന്തോഷത്തിലാവും. ഈ ദീന് സ്വീകരിച്ചപ്പോൾ നമുക്ക് കുറെ നന്മകളൊക്കെ കിട്ടി, കുറെ ഐശ്വര്യം വന്നു എന്നൊക്കെ അവർ പറയും. ഇനി അള്ളാഹുവിന്റെ പരീക്ഷണം എന്നോണം അള്ളാഹു എന്തെങ്കിലുമൊക്കെ നൽകിക്കൊണ്ട് അവരെ പരീക്ഷിച്ചു കഴിഞ്ഞാലോ അവരുടെ തനി സ്വഭാവം എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അവര് ഇസ്ലാമിനെ പഴി പറയും. ഈ ഇസ്ലാം കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് അവർ പറയും. മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വന്നത്, ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന രൂപത്തിൽ ഇസ്ലാമിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഈ ദീന തന്നെ ഒഴിവാക്കിക്കൊണ്ട് അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി അവരിൽ ഉണ്ടാകും. അത്തരക്കാർ അവർക്ക് ദുനിയാവും നഷ്ടപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെട്ടു. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർക്ക്, അള്ളാഹു എന്താണ് അവർ കണക്കാക്കിയത് അവർക്ക് കിട്ടുള്ളൂ. അവരാഗ്രഹിക്കണം അവർക്ക് കിട്ടും, അതില്ല. അപ്പൊ അവരാഗ്രഹിക്കുന്നത് കിട്ടാത്തത് കൊണ്ട് തന്നെ ദുനിയാവ് അവർക്ക് നഷ്ടപ്പെട്ടു. ആഖിറത്തിലാകട്ടെ ഈ ദീനുൽ ഇസ്ലാമിനെ പഴി പറഞ്ഞതുകൊണ്ടും അതിനെ ഒഴിവാക്കിയത് കൊണ്ടും ആഖിറവും അവർക്ക് നഷ്ടപ്പെടുകയാണ്. അതാണ് ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതത്രയും വ്യക്തമായ നഷ്ടം എന്ന് അള്ളാഹു പഠിപ്പിക്കണം. എന്നിട്ട് അവരുടെ ആ ഒരു സ്വഭാവത്തിന് പുറമെ അവർക്കുള്ള മറ്റു 2 കാര്യങ്ങൾ. ഒന്നെന്താണ്? യദുഉ, അവർ വിളിച്ചു പ്രാർത്ഥിക്കും. ആരെ വിളിച്ചു പ്രാർത്ഥിക്കും? മിൻ ദൂനിന്റെ, അള്ളാഹുവിന് പുറമെ. മാലാ യദുറുഹു, യാതൊരു ഉപകാരം ചെയ്യാത്ത ഒന്നിനെ. വമാലാ യൻഫഉഹു, യാതൊരു ഉപകാരവും ചെയ്യാത്ത ഒന്നിനെ. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളാകട്ടെ മറ്റു ആരാധന്മാരാകട്ടെ അവരാരും ഇവരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, ഇവരെ കാണുകയില്ല, ഇവരെ സഹായിക്കുകയില്ല. മൺമറഞ്ഞു പോയ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ മറ്റു മഹത്തുക്കളാകട്ടെ അവരാരും തന്നെ അള്ളാഹുവിന് പുറമെ യാതൊരു സഹായം നമുക്ക് ചെയ്തു തരില്ല. ഇനി എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ പറ്റുമോ? അതിനും അവർക്ക് സാധ്യമില്ല. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ തന്റെ ജനതയോട്, കേൾക്കുകയോ യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, അല്ലയോ പൊന്നു പിതാവേ, എന്തിനാണ് താങ്കൾ ഈ കേൾക്കാത്ത, കാണാത്ത, ഒരു ഉപകാരം താങ്കൾക്ക് ചെയ്തു തരാത്ത? എത്രത്തോളം അതിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആ ബിംബത്തിന്റെ പുറത്ത് വന്നിരിക്കുന്ന ഈച്ചയെ പോലും ആട്ടാൻ അല്ലെങ്കിൽ അതിനൊക്കെ ഓടിക്കാൻ നിനക്ക് സാധിക്കാത്ത ഈ വിഗ്രഹങ്ങളൊക്കെ എന്തിനാണ് താങ്കൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ അത് ആ മൺമറഞ്ഞു പോയ ഒരാളും നമുക്ക് വരുത്തി വെക്കുകയില്ല എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ നമുക്ക് ചെയ്തു തരാത്ത ഈ ആരാധന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാളും വലിയ വഴികേട് എന്താണുള്ളത്? അതിനെക്കുറിച്ച് ഈ രൂപത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് അള്ളാഹു വിശേഷിപ്പിക്കുന്നത് എന്താണ്? വലാലുൽ ബഈദ്, വിദൂരമായ വഴികേടാണ്. വഴികേടിന്റെ അങ്ങേയറ്റാണത്. അതിനപ്പുറത്തേക്ക് വഴികേടില്ല. ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയാണ്. എന്തെങ്കിലുമൊക്കെ ഉപകാരം നൽകുന്നതാണെങ്കിൽ ആ പറയുന്നതിന് അർത്ഥമുണ്ട്. ഒരു ഉപകാരം നമുക്ക് ചെയ്തു തരാത്ത,
ഒരു ഉപദ്രവം നമ്മൾ തൊട്ട് തടുക്കാൻ സാധ്യമല്ലാത്ത ഈ ആരാധ്യന്മാരെയൊക്കെ എന്തിനാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാര്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ അവരുടെ അവസ്ഥ പറയാണ്, അവരെ കൊണ്ടുള്ള ദോഷമാണ് എന്ത്, ഉപകാരത്തെക്കാൾ കൂടുതലായിട്ടുള്ളത്. ഇവർ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകണ ദോഷം, അതാണ് അവർക്ക് ഈ കിട്ടുന്ന ഉപകാരത്തെക്കാൾ ഏറെ ഉണ്ടാവുക. ആ പരലോകത്തെത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഇവർക്ക് പരലോകത്ത് സ്വർഗ്ഗം നഷ്ടപ്പെടുകയാണ്, നരകത്തിന്റെ നിത്യവാസികളായി അവർ മാറുകയാണ്. അതാണ് അള്ളാഹു പറഞ്ഞതില്ല, അവന്റെ ഉപദ്രവമാണ് ഉപകാരത്തെക്കാൾ അടുത്തത്. ലബിസൽ മൗല വ ലബിസൽ അശീർ, ഈ ആളുകൾ സ്വീകരിച്ച രക്ഷാധികാരി, ഈ ആളുകൾ സ്വീകരിച്ച കൂട്ടുകാരൻ, കൂട്ടാളി, പങ്കാളി എത്ര മോശം പങ്കാളിയും എത്ര മോശം രക്ഷാധികാരിയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തുകളുടെ ഒരു ആശയാർത്ഥാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം എന്താണ്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അറാബികളിൽപ്പെട്ട ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, മദീനയിലേക്ക് വരും. അങ്ങനെ മദീനയിലേക്ക് വന്നു കഴിഞ്ഞ് ഫഇൻ വലദത് ഇംറഅതുഹു ഗുലാമൻ, ഭാര്യ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ, ഔ നുതിജത് ഖൈലുഹു, അല്ലെങ്കിൽ തന്റെ കുതിര, തന്റെ മൃഗം, വാഹനം അതൊക്കെ ഒന്ന് പ്രസവിക്കുകയോ മറ്റൊക്കെ ചെയ്താൽ, സന്താന സൗഭാഗ്യം അതിലൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഭൗതിക നന്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പറയും ഹാദാ ദീനുൻ സ്വാലിഹ്, ഇത് നല്ല കുഴപ്പമില്ലാത്ത മതമാണ്. ഈ മതി നമുക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ നമുക്ക് കുറെ ഭൗതികമായ കുറെ നേട്ടങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങി. ഇനി വഇല്ലം തലിദ് ഇംറഅതുഹു, ഈ ഭാര്യ പ്രസവിക്കണമെന്നില്ല, അല്ലെങ്കിൽ കന്നുകാലികളിലൊന്നും വർധനവോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അവർ പറയും ഹാദാ ദീനു സൂഇ, ഇത് മോശപ്പെട്ട ദീനാണ്, ഈ ദീന് സ്വീകരിച്ച അന്ന് മുതൽ പ്രശ്നമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച അന്ന് മുതൽ പ്രശ്നമാണ്, തൗഹീദ് സ്വീകരിച്ച അന്ന് മുതൽ അവിടെ നിന്ന് കുടുംബക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ പ്രശ്നം, ഒരു സ്വൈര്യയില്ല, ഒരു സമാധാനമില്ല, ആരും മുണ്ടടില്ല, ആരും മൈൻഡ് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് മോശപ്പെട്ട മതമാണ്, ഇത് മോശപ്പെട്ടത്. അങ്ങനെ പറയുന്ന ചില ആളുകൾ മദീനത്തുണ്ടായിരുന്നു. അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട സമാനമായ വേറെയും പല ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഇതേ ആശയത്തിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് അൻകബൂത്തിലെ 10-11 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമിനന്നാസ്, ജനങ്ങളിലുണ്ട് ഒരു വിഭാഗം ആളുകൾ, മൻ യഖൂലു ആമന്നാ ബില്ലാഹ്, അവർ പറയും ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയും. ഫഇദാ ഊദിയ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നാൽ, ജഅല ഫിത്നതൻ നാസി കഅദാബില്ലാഹ്, ജനങ്ങളെ കൊണ്ടുള്ള ഈ ഒരു പരീക്ഷണം അവർ അള്ളാഹുവിന്റെ ശിക്ഷ വന്നതുപോലെയാണ് അവർ കാണുക. ജനങ്ങൾ സ്വാഭാവികമായിട്ട് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുമ്പോഴും നല്ല രൂപത്തിൽ ആരും നമ്മളെ കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ ജനങ്ങളുടെ ഉപദ്രവവും അല്ലെങ്കിൽ അവരുടെ ഫിത്നയെ അള്ളാഹുവിന്റെ അദാബ് പോലെ അവർ കാണും. എന്നാൽ അള്ളാഹു പറയാണ്, വലഇൻ ജാഅ നസ്റുൻ മിർ റബ്ബിക്, അള്ളാഹുവിന് വല്ല സഹായവും അവർക്ക് ലഭിച്ചാലോ, ല യഖൂലുന ഇന്നാ കുന്നാ മഅക്കും, അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണല്ലോ, നിങ്ങളോട് പറയും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണല്ലോ എന്ന രൂപത്തിൽ അവർ പറയും. അവലൈസ അല്ലാഹു ബിഅഅലമ ബിമാ ഫീ സുദൂരിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരുടെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനല്ലയോ എന്ന് അല്ലാഹു ചോദിക്കണം. വലയഅലമന്ന അല്ലാഹു അല്ലദീന ആമനു വലയഅലമന്നൽ മുനാഫിഖീൻ, ശരിയായ മുഅ്മിനീങ്ങൾ ആരാണ്, അതേപോലെ കപടവിശ്വാസികൾ ആരാണ് എന്ന് അല്ലാഹു അറിയുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പഠിപ്പിക്കണം. അപ്പൊ ഈ നിലക്ക് വ്യത്യസ്തമായ പല ആയത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ നമ്മെ കാര്യങ്ങൾ പഠിപ്പിക്കാണ്. ഇനി നോക്കിയാൽ ഈ ആയത്തുകളെ കിട്ടേണ്ട നമുക്ക് ചില പാഠങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയാസം വന്നാലും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഹൈർ വന്നാലും അവിടെയൊക്കെ നമുക്കൊരു നിലപാടുണ്ട്. ഈ ഹൈറാണ് എങ്കിൽ, ഒരു സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ശകറ, അള്ളാഹുവിനെ നന്ദി കാണിക്കും. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വല്ല പരീക്ഷണങ്ങളുമാണ് നമ്മെ തേടി വരുന്നത് എങ്കിൽ നമ്മുടെ നിലപാട് എന്താകണം, സ്വബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെ. ഇൻ അസാബത്ഹു സറ ശകറ, അവരെന്തെങ്കിലും നന്മ ബാധിച്ചാൽ അവൻ എന്ത് ചെയ്യും, അള്ളാഹുവിനെ ശുക്ർ ചെയ്യും. ഇൻ അസാബത്ഹു ദറ, എന്തെങ്കിലും ദുരിതം ബാധിച്ചാലോ, സ്വബറ, അവൻ ക്ഷമിക്കുകയും ചെയ്യും. ഫകാന ഖൈറൻ, അതാണ് അവന് ഹൈറായിട്ടുള്ളത്. അപ്പൊ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത് പ്രകാരമാണ്, അവന്റെ ഖളാഇന്റെ അടിസ്ഥാനത്തിലാണ്, അവൻ ഖദറാക്കിയതിനനുസരിച്ചാണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ പൂർണ്ണമായി തൃപ്തിപ്പെട്ട്, ഒരു കയ്യാലപ്പുറത്തെ തേങ്ങേന്റെ അവസ്ഥയല്ല, കുറച്ച് ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചവനായിട്ട് വേണം നമ്മൾ മാറാൻ. അത് ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരു പാഠാണ്, നമ്മൾ എങ്ങനെയാണ് ആകേണ്ടത് എന്ന്. മറ്റൊന്ന്, ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇതെന്താണ്, ദാറു ഇബ്തില ആണ്, ദാറുൽ ബല ആണ്, പരീക്ഷണത്തിന്റെ കാലാണ്. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. നന്മ നൽകിക്കൊണ്ട് പരീക്ഷിക്കും, തിന്മ നൽകിക്കൊണ്ടും ഷർറ് നൽകിക്കൊണ്ടും അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഒരു പരീക്ഷണം എന്ന നിലക്ക്. അപ്പോൾ
നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ദുനിയാവിലെ ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എപ്പോഴും സുഖം മാത്രം കൊടുക്കുമോ? എപ്പോഴും സുഖം മാത്രം ഈ ദുനിയാവിൽ പ്രതീക്ഷിക്കേ വേണ്ട. അത് സ്വർഗത്തിലാണ്. എപ്പോഴും സുഖം മാത്രമുള്ളതും സന്തോഷം മാത്രമുള്ളത് എവിടെയുള്ളൂ? അത് സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗത്തിലല്ലല്ലോ ഇപ്പൊ ജീവിക്കുന്നത്. അവിടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. ദുഃഖം മാത്രമുള്ളത് എവിടെയുള്ളൂ? നരകത്തിലാണുള്ളത്. അവിടെ സന്തോഷമില്ല. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മിശ്രിതമാണ്. സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും എല്ലാം ഇടകലർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ലോകമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും എല്ലാ മനുഷ്യരെയും ദുനിയാവിൽ. അവിടെ ഒരാൾ അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തിൽ എന്ത് ചെയ്യുന്നില്ല? ക്ഷമിക്കുന്നില്ല എങ്കിൽ അവിടെ ആ ക്ഷമക്ക് പകരം അക്ഷമ കാണിക്കുകയും അള്ളാഹു വിരോധിച്ച മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്താൽ അതിലൂടെ അതിനേക്കാൾ വലിയ ഷെറിലേക്കാണ് പോവുക എന്ന പാഠം ഈ ആയത്ത് നമുക്ക് നൽകുന്നുണ്ട്. അതാണല്ലോ ഈ ആയത്തിൽ പറഞ്ഞ മുനാഫിക്കുകളായ ആളുകൾക്ക് എന്തെങ്കിലും ദുരിതം ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു പരീക്ഷണം ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഖലബ അലാ വജ്ഹിഹി, അവർ മുഖം കുത്തി മറിയുന്നതാണ്. ദീനിനെ പഴിക്കും, എല്ലാം പഴിക്കും. എന്തിനാണ് അവർ പഴിക്കണത്? അവർ ഉദ്ദേശിച്ച ആ ഭൗതിക നേട്ടം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട്. ഇനി അങ്ങനെ മറിയുന്നത് കൊണ്ട്, അവർ ഈ നിലക്ക് നിലപാട് മാറ്റുന്നത് കൊണ്ട് അവർ ആഗ്രഹിച്ചത് കിട്ടുമോ? കിട്ടൂല. അവർക്ക് ആഗ്രഹിച്ചത് കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ആ കിട്ടാത്തതിന്റെ സങ്കടവുമായിട്ടായിരിക്കും പിന്നീട് അയാൾ ജീവിക്കേണ്ടി വരിക. കിട്ടാത്തതിന്റെ സങ്കടവുമായിട്ടായിരിക്കും പിന്നെ അയാൾ ജീവിക്കേണ്ടി വരിക. അതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരു പാഠം. ഒരു അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിൽ നാം ക്ഷമ അവലംബിക്കുന്നില്ല എങ്കിൽ, അക്ഷമനാവുകയും അള്ളാഹു വിലക്കിയ കാര്യം അതിലൂടെ നാം ചെയ്യുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ ഷെറിലേക്കാണ് അത് കൊണ്ടെത്തിക്കുക എന്ന പാഠം അല്ലെ? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കാം. അവിടെ അദ്ദേഹം ആ ഒരു പരീക്ഷണം, അസീസിന്റെ ഭാര്യയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പരീക്ഷണം അവിടെ അള്ളാഹു നിശ്ചയിച്ചു. അവിടെ അദ്ദേഹം ക്ഷമ അവലംബിച്ചു. ക്ഷമ അവലംബിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നാടിന്റെ ഒരു ഭരണാധികാരി എന്ന നിലക്ക് അദ്ദേഹത്തെ ഉയർത്തി. അവിടെ അദ്ദേഹം നേരെ മറിച്ച് ആ ഒരു പരീക്ഷണത്തിൽ പരാജയപ്പെട്ട അക്ഷമനായിക്കൊണ്ട് തിന്മയുടെ മാർഗ്ഗമാണ് സ്വീകരിക്കേണ്ടി വന്നതെങ്കിലോ അതിലൂടെ കാലാകാലം നഷ്ടത്തിലേക്കും അതിനേക്കാൾ വലിയ അപകടങ്ങളിലേക്കും ആയിരിക്കും അദ്ദേഹത്തിന് പോകേണ്ടി വരിക. അപ്പോ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം, നമ്മൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കൂടുതൽ നന്മയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നും, ഇനി അക്ഷമനായി അള്ളാഹു ഹറാമാക്കിയ രൂപത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഷെറിലേക്കാണ് നമ്മൾ പോവുക എന്ന പാഠവും ഈ ആയത്ത് നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊന്ന്, എപ്പോഴും ആഫിയത്തുള്ളപ്പോൾ മാത്രം അള്ളാഹിനെ ആരാധിക്കുക. അവരല്ല ശരിയായ അള്ളാഹുവിന്റെ അടിമകൾ. അവർക്ക് ഭൗതികമായ സുഖവും സൗഖ്യവും ഉള്ളപ്പോൾ അവര് അള്ളാഹിനെ ആരാധിക്കും, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ പോലത്തിലൊക്കെ ജീവിക്കാനൊക്കെ ശ്രമിക്കും. എന്നാൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അള്ളാഹിനെ മറക്കും, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹൈറാകട്ടെ ഷെറാകട്ടെ അതുകൊണ്ട് അവരെ അള്ളാഹു പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അള്ളാഹുവിനെ മറക്കുകയും ചെയ്യും. അപ്പോ അങ്ങനെയുള്ളവരല്ല അള്ളാഹുവിന്റെ ശരിയായ ദാസന്മാർ, ഇബാദുകൾ എന്ന് ഈ ആയത്ത് എന്തിയാണ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഇത്തരം ഒട്ടനേകം പാഠങ്ങൾ എന്താണ് ഈ ഒരു 3 ആയത്തുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ 11ാമത്തെ ആയത്തിന്റെ ഫായിദകളാണ്, അതിലെ പാഠങ്ങളാണ് പറഞ്ഞത്. 12ാമത്തെ ആയത്തും 13ാമത്തെ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ അവരാരും യാതൊരു ഉപകാരമോ ഉപദ്രവമോ നമുക്ക് ചെയ്തു തരില്ല. നമ്മൾ 1000 വട്ടം ബഗ്ദാദിൽ മറഞ്ഞു കിടക്കുന്ന മൺമറഞ്ഞ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലായി കൊടുക്കട്ടെ, അദ്ദേഹത്തോടൊപ്പം നമ്മെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേർക്കട്ടെ. അപ്പോ അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരാരും നമുക്ക് യാതൊരു ഉപകാരം ചെയ്യൂല. അഭൗതികമായ നിലക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹുവിന് പുറമെ യാതൊരു സൃഷ്ടിക്കും നമുക്കൊരു ഉപകാരം ചെയ്തു തരാനോ ഉപദ്രവം ചെയ്യാനോ നമുക്ക് സാധിക്കുകയില്ല എന്ന് അള്ളാഹു ഉറപ്പിച്ച് പറയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ അങ്ങനെ അള്ളാഹുവിന് പുറമെ യാതൊരു ഉപകാരമോ ഉപദ്രവമോ നമുക്ക് ചെയ്തു തരാൻ സാധ്യമല്ലാത്ത ഈ ആരാധന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് വഴികേടിന്റെ ഏറ്റവും വലിയ വഴികേട് എന്നും 12ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. 13ാമത്തെ ആയത്തിൽ പരലോകത്ത് ഇവരെ ആരാധിച്ചത് നിമിത്തം വലിയ നഷ്ടമാണ് അല്ലെ നമുക്കുണ്ടാവുക. കാലാകാലം ശാശ്വതമായ നരകത്തിലായിരിക്കും അവർ കഴിയേണ്ടി വരിക. നമ്മൾ എത്ര പാപം ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. ശിർക്കൊഴികെ, അള്ളാഹുവിന് പങ്ക് ചേർക്കുന്നത് ഒഴികെ. അള്ളാഹുവിന് പുറമെ നമ്മൾ ആരെങ്കിലും, നമ്മുടെ റബ്ബാണ് അള്ളാഹു. നമുക്ക് വെള്ളവും വായുവും അതേപോലെ നമുക്ക് ഭക്ഷണവും നമുക്ക് വേണ്ട എല്ലാം നമ്മൾ ഈ ദുനിയാവിലേക്ക് ജനിച്ച് വീഴുന്നതിന് മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ സമയം മുതൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുകയാണ്.
അതിനുശേഷവും നമ്മൾ മരിക്കുന്നത് വരേക്കും നമ്മുടെ റബ്ബ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പല നിലക്കും പല വഴിക്കും. ആ റബ്ബ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, നമ്മുടെ കണ്ടനാടിയേക്കാൾ അവൻ നമ്മളോട് അടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അവനോട് നാം അടുത്തതാണ്. നമ്മുടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവ്യക്തമായതൊന്നുമില്ല, അവൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ അള്ളാഹുവിനെ വിട്ടിട്ട് ഒന്നും അറിയാത്ത, നമ്മളെക്കുറിച്ച് യാതൊരു വിവരമില്ലാത്ത, നമ്മുടെ ഭാഷ അറിയാത്ത മറ്റു പലരെയും നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ വിവരക്കേടും വഴികേടും എന്താണുള്ളത്? പിന്നെ ആളുകൾ അള്ളാഹുവിനെ പറഞ്ഞ് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയുന്ന തെളിവുകൾ എന്താണ്? അള്ളാഹുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുമെന്നാണ്. മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞ അതേ ന്യായമാണ്. ആ മക്കയിലെ മുശ്രിക്കുകൾ ആരെ ആരാധിച്ചിരുന്നത്? ലോക്കൽ ദൈവങ്ങളൊന്നുമല്ല. അവരാരാധിച്ച് ഇബ്രാഹിം നബീനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയൊക്കെ ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹ് ചെയ്ത ആ സമയം, മക്ക വിജയത്തിന്റെ അന്ന് കഅബയിൽ ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവർ അതിനെ ആരാധിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അവർ ആരാധിച്ചിരുന്നത് പുണ്യപുരുഷന്മാരെ ആയിരുന്നു. ലാറ്റ ഹാജിമാർക്ക് ഒരു തരം പാനീയം ഉണ്ടാക്കി കൊടുത്തിരുന്ന സാലിഹായ ഒരു മനുഷ്യനായിരുന്നു ലാറ്റ എന്ന വ്യക്തി. അദ്ദേഹത്തെ അവർ ആരാധിച്ചിരുന്നു. അതേപോലെ അവരുടെ ആരാധന്മാർ അവരൊന്നും ചില്ലറക്കാരായിരുന്നില്ല, നല്ല നല്ല മനുഷ്യന്മാർ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാധനകൾ അഖിലവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. അപ്പൊ അവരെന്താ പറഞ്ഞത്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരെ ആരാധിക്കണം. നമ്മളൊക്കെ പാപികളാണ്, നമുക്കൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കണമെങ്കിൽ ഈ പാപങ്ങളൊന്നും ചെയ്യാത്ത നല്ലവരായ ആളുകൾ ഒരിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ ന്യായം പറഞ്ഞത്. ഒരിക്കലും അല്ല. നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയാൽ, അള്ളാഹിനോട് ചോദിച്ചാൽ അവൻ തരും. അല്ലയോ ആദമിന്റെ പുത്ര, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ, നിന്റെ പാപങ്ങൾ ആകാശം മുട്ടെ ഉയർന്നു. ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفرة, പിന്നെ നീ എന്നെ കണ്ടുമുട്ടുന്നത് എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവനായിട്ടാണ് എങ്കിൽ ആ ആകാശം മുട്ടെ ഭൂമിയോളം മഗ്ഫിറത്തുമായി നിനക്ക് ഞാൻ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര വലിയ പാപങ്ങൾ ചെയ്താലും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുതരാൻ തയ്യാറാണ്. പക്ഷേ അവൻ പറഞ്ഞത് നമ്മൾ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നാളെ പരലോകത്ത് ആർക്കാ ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അസ്അദുൻ നാസി ബി ശഫാഅത്തി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് എന്റെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം സിദ്ധിക്കുന്നവൻ ആരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഇഖ്ലാസോടുകൂടി പൂർണ്ണമായി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അത് അള്ളാഹു അല്ലാതെ യാതൊരു ഇലാഹിന്റെ ആരാധനയുമില്ല എന്നത് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കും. അതല്ലാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ നബിദിനം വരുമ്പോഴോ അല്ലെങ്കിൽ മാല മൗലീദുകൾ പാടുന്നതിലൂടെയോ മറ്റു റാത്തീബുകൾ പോലെയുള്ള മറ്റു പല രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങളായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നേർച്ച വഴിപാടുകൾ പോലെയുള്ള കാര്യങ്ങൾ വഴി ഒന്നും ലഭിക്കണം. ഒന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്. അത് തൗഹീദുള്ള ആളുകൾക്ക് ലഭിക്കുന്നതാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ച് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും പൂർണ്ണാർത്ഥത്തിൽ ഒഴിവാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിച്ച് നമ്മൾ ജീവിക്കുക. അള്ളാഹുവിന്റെ തൃപ്തി, അവന്റെ ഖളാഇൽ പൂർണ്ണ തൃപ്തരായിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. പ്രയാസവും പരീക്ഷണവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. അവിടെയൊക്കെ ക്ഷമ നമ്മൾ അവലംബിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പ്രാർത്ഥന ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സൗഖ്യം ലഭിക്കാൻ വേണ്ട ഒരു പ്രാർത്ഥനയാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ആഫിയത്ത് ലഭിക്കാൻ, പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരു അടിമക്ക് ഈമാൻ കഴിഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ആഫിയത്ത്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അസുഖം ഉണ്ടാകാതിരിക്കുക എന്നതല്ല. അസുഖം വരും, പരീക്ഷണങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, അവിടെയൊക്കെ ക്ഷമിക്കാനും ഒക്കെയുള്ള തൗഫീഖ് ലഭിക്കപ്പെട്ട പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും നിന്റെ പാപമോചനവും അഫ്വും മാഫും അതേപോലെ ആഫിയത്തും എനിക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, അല്ലാഹുവേ എന്റെ ദീനിന്റെ വിഷയത്തിൽ എനിക്ക് ആഫിയത്ത് നൽകണം. ദീനിന്റെ ആഫിയത്ത് നൽകുക എന്ന് പറഞ്ഞാൽ ഒരു നിലക്കുമുള്ള ശുബഹാത്തുകൾ, സന്ദേഹങ്ങളോ മറ്റു ഈ ദീനി നമ്മൾ തെറ്റിച്ച് കളയുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് ആഫിയത്ത് ലഭിക്കണം, രക്ഷ ലഭിക്കണം, സൗഖ്യം ലഭിക്കണം. അതേപോലെ ദുനിയായ എന്റെ ദുനിയാവിന്റെ വിഷയത്തിലും എനിക്ക് ആഫിയത്ത് വേണം, വാഹിലി എന്റെ കുടുംബത്തിലും എനിക്ക് ആഫിയത്ത് വേണം, അമാലി എന്റെ സമ്പത്തിലും എനിക്ക് ആഫിയത്ത് വേണം. അള്ളാഹു എന്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണം. എന്റെ ഭയപ്പാടിൽ നിന്ന് എനിക്ക് നീ നിർഭയത്ത് നൽകണം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഇതിന്റെ ബാക്കി എന്താണ്? സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നാവും. اللهم اني اسالك العفو والعافيه في الدنيا والاخره، اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي، اللهم استر عوراتي وامن روعاتي، اللهم احفظني من بين يدي ومن خلفي. അല്ലാഹു എന്റെ മുൻഭാഗത്ത് നിന്നും പിൻഭാഗത്ത് നിന്നും എന്നെ സംരക്ഷിക്കണം, ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം.
അതേപോലെ വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി, എന്റെ വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും എന്റെ മുകൾ ഭാഗത്തു നിന്നും നീ എന്നെ സംരക്ഷിക്കണം. വഅഊദു ബിക മിൻ അൻ ഉഗ്താല മിൻ തഹ്തി, താഴ്ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ഞാൻ ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന. അപ്പൊ ആഫിയത്തിന് നമ്മൾ ചോദിക്കുക, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ അടിപതരാതെ അവിടെ ക്ഷമയോടുകൂടി നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്തിരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.